ഹലോ ഗായ്സ്, അപ്പോൾ പ്രഗ്നൻസിയുടെ ഒരു 9 വീക്സും 2 ഡേയ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ദുബായ് ട്രിപ്പ് ഓണാക്കുന്നത്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഒരു 2-3 മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ്സും പിന്നെ ഒരു സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയതുകൊണ്ടും പിന്നെ മിഡ് വൈഫിൻ്റെ പെർമിഷൻ കിട്ടിയതുകൊണ്ടും നമ്മൾ ഹെൽത്ത് ഓക്കെ ആയതുകൊണ്ടും നമ്മൾ ട്രിപ്പ് ഓണാക്കി. അപ്പോൾ സാലു റിസയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 6 ഡേയ്സ് ദുബായ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞത് അഫ്കോഴ്സ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്ലേസസ് കാണുന്നുണ്ട്, പക്ഷേ ഫ്രണ്ട്സാണ് കുറച്ചുകൂടി പ്രയോറിറ്റി. ജസ്റ്റ് ബിക്കോസ് ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ കാണാൻ പറ്റാത്ത കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ജെത്ത കണക്ഷൻ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക്, അതായത് ആസ് എ ക്യാബിൻ ക്രൂ, എനിക്ക് ഒരു 4 ഫ്രീ ടിക്കറ്റ് ഉണ്ടായിരുന്നു ക്രിസ്മസ് ബോണസ് ടിക്കറ്റ് ആയിട്ട്. നമുക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഇയർ ഉണ്ടാവാനായി ഇതുവരെ അത് ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പോൾ ആലോചിച്ചപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ട്രിപ്പും ആണ്, പിന്നെ കുറച്ച് ലോങ്ങുമാണ്. അപ്പോൾ അതിവിടെ ക്ലെയിം ചെയ്യാൻ എഴുതിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടും പിന്നെ റിട്ടേൺ ബാക്കും സൗദിയിൽ നിന്നാണ് കണക്ഷൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അവിടെ ക്ലെയിം ചെയ്തു. ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ഇവിടുന്ന് നല്ല എനർജറ്റിക് ആയിട്ടാണ് പോയതെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ഭയങ്കര ടയർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ വേറെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ നമ്മളെ 10 രൂപയാണ് പിക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 10 രൂപയും കൂട്ടി നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ സ്റ്റേയിലേക്കാണ് പോയത്. ദേറ സൈഡിലാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 ഡേയ്സിനും സ്ട്രെച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു. ഒരു റോയൽ തുലിപ് ഹോട്ടൽ എന്നായിരുന്നു കേട്ടോ അതിൻ്റെ പേര്. സംഭവം സ്ട്രീറ്റൊക്കെ ഭയങ്കര റഷ് ആയിരുന്നെങ്കിലും സ്റ്റേ ഭയങ്കര അഫോർഡബിൾ ആൻഡ് നീറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊരു റെസ്റ്റ് ഒക്കെ എടുത്ത് ഈവനിങ് ആയപ്പോൾ ഇറങ്ങി. ഇന്നത്തെ പരിപാടി കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. ബിക്കോസ് 1-2 ഫ്രണ്ട്സൊക്കെ ഈ അടുത്തായിട്ട് നാട്ടിലേക്ക് പോകുന്നവർക്ക് നാട്ടിൽ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നിന്നു, സലാം, സി ഉണ്ടായിരുന്നു, ഹക്ക് ഉണ്ടായിരുന്നു, 10 രൂപ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി റയാൻ മന്തി കഴിക്കാൻ പോയി. അവിടുന്ന് ഫുഡിങ്ങും കുറച്ച് പരിപാടികളും തള്ളലൊക്കെ ആയിട്ട് അന്നത്തെ ഡേ അങ്ങനെ പോയിട്ടോ. റൂമിലെത്തുമ്പോഴേക്കും ഏകദേശം 2 മണി 3 മണി ആയിട്ടുണ്ടായിരുന്നു രാത്രി. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് കുറച്ച് കറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല നാടൻ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ നാടൻ ഫുഡൊക്കെ ഫേമസ് ആയിട്ടുള്ളത് കറാമയിലാണെന്ന് പറഞ്ഞ് കറാമയിലെ ടിഫി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നല്ലൊരു മീലും പിന്നെ ഫിഷിൻ്റെ ഒരു അടിപൊളി ഐറ്റമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി മെമ്മറി കാരണം എനിക്ക് പേര് നോർമല്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഫുഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ദുബായ് ഫ്രെയിമിലേക്കാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ റിൻഡപ്പൻ്റെ സിസ്റ്റർ റിനി ചെറിയനുണ്ട് ഇവിടെ. ആളെയും പിക്ക് ചെയ്ത് നേരെ ദുബായ് ഫ്രെയിമിലേക്ക് പോയി. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറിട്ടോ. ഉള്ളിൽ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ ജിത്ത കണക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ ലണ്ടൻ ടു ദുബായ് ജിത്ത കണക്ഷൻ എടുത്ത് വരുന്നുണ്ടെങ്കിൽ, വേറെ എവിടെന്നെങ്കിലും ഇതേപോലെ ദുബായ് കണക്ഷൻ എടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണോന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾ വരുമ്പോൾ അഫ്കോഴ്സ് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് ഒരു ടെർമിനലിലും നമുക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് വേറെ ടെർമിനലിലും ആയിരിക്കും. ഞങ്ങളാണെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ സെൽഫ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ നമുക്ക് പാക്കേജ് ക്ലെയിം ചെയ്യുക, പിന്നെ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് ടെർമിനൽ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ബിൽഡിംഗ് ആണ്. ഒരു 25 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് കാറിൽ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു മോർ ദാൻ 3 hours ലേ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ അല്ല എത്തിയത്. കറക്റ്റ് ഒരു ജസ്റ്റ് മിസ് എന്നുള്ള ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യണമെങ്കിൽ ലേ ഓവർ കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ. ആൻഡ് താഴത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ നേരെ മേലേക്ക് ലിഫ്റ്റ് കയറി. അങ്ങനെ പിന്നെ മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ മുകളിലിതാ ഇങ്ങനെ ഒരു ട്രാൻസ്പാരൻറ്റ് വാക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ 2 സൈഡായിട്ട് അങ്ങനെ 2 വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിങ്ങിച്ചെറിയും പറയുന്നുണ്ട്, ഒന്ന് ഓൾഡ് ദുബായും ഒന്ന് ന്യൂ ദുബായ് ആണെന്നൊക്കെ. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് അവർ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാം. അതിൽ ഒരെണ്ണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഫിസിക്കൽ ഫോട്ടോസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനത് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. താഴെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ നമ്മളിത് തിരിച്ചിറങ്ങുമ്പോൾ ഇവരുടെ കുറച്ച് ഫ്യൂച്ചർ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഒരു സ്ക്രീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ദെൻ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബുർജ് ഖലീഫ സൈഡിലേക്കാണ്. ബുർജ് ഖലീഫ സൈഡിൽ നമ്മൾ വിങ്സ് ഓഫ് മെക്സിക്കോന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ നമ്മൾ ദുബായ് മോളിലേക്ക് നടന്നു. ദുബായ് മോളിൽ നമ്മളെ കഥ നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നു ഡ്യൂട്ടി ഉണ്ട്. ഞങ്ങൾ ദുബായ് മോളൊക്കെ ഒന്ന് കറങ്ങി പിന്നെ നിന്നുവിനെയും കൂട്ടി നമ്മളെ ബുർജ് ഖലീഫയുടെ ലൈറ്റ് ഷോവും വാട്ടർ ഷോ ഒക്കെ കണ്ടു. കുറച്ചേരം അവിടെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിന്ന് ഹക്കിനെ ഷാർജയിലേക്ക് ആക്കണം. ഹക്ക് നാളെ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവാൻ. അവിടെ കഫേ കണ്ട്, പക്ഷേ ഒന്നാമത് ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു അടിപൊളി സ്പോട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡ് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്ത ആൾക്ക്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഷാർജയിലേക്ക് പോയി ഹക്കിനെ ഡ്രോപ്പ് ഓഫ് ചെയ്ത് തിരിച്ച് നമ്മൾ റൂമിലെത്തിയപ്പോഴും ഇതേപോലെ തന്നെ ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ നമ്മളെ പ്രിയപ്പെട്ട പത്രോന് ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഓൺ ഈവനിങ് ആണ് ഫ്രീ ആവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കരുതി നമുക്കൊന്ന് സെൽഫായിട്ട് എക്സ്പ്ലോർ ചെയ്യാം, എന്തായാലും ഇവിടുത്തെ മെട്രോയും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ഒരു മൂത്താപ്പുണ്ട്, മൂത്താപ്പാനെ കാണണം. അപ്പോൾ മൂത്താപ്പ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ദേരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറേ വിശേഷം പറച്ചിലിൻ്റെ ഇടയിൽ കുറച്ച് ഫുഡിങ് ആവാൻ കരുതി ദേരയിലുള്ള കൽത്തപ്പം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല കൽത്തപ്പവും പള്ളിക്കറിയൊക്കെ കഴിച്ചു. പിന്നെ മൂത്താപ്പക്ക് ഡ്യൂട്ടി ടൈം ആയി. അങ്ങനെ മൂത്താപ്പനോട് പോയി പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന തുർക്കിയിൽ നമ്മൾ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2 മെട്രോ എടുത്ത് ഒരു ബസ്സും കയറി പോകണമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ മെട്രോയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ കാരണം ഞാൻ പ്ലാറ്റ്ഫോമിൽ ലോക്കായി ഗൈസ്. എൻ്റെ കയ്യിലാണെങ്കിൽ നെറ്റും ഇല്ല, റെയിൽ
കാർഡും ഇല്ല. ബൈ ലക്കിന് നെക്സ്റ്റ് വന്നത് സെയിം സ്റ്റോപ്പിലേക്കുള്ള മെട്രോ ആയതുകൊണ്ട് അതിൽ ഞാനങ്ങ് കയറി. പിന്നെ അവിടെ ഷെഫിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ മെട്രോ സ്റ്റേഷനിൽ താഴത്തേക്ക് വരുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അവിടെ 30 എന്ന് പറയുന്ന സ്റ്റോപ്പിലായിട്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ബസ് ഉണ്ടായിരുന്നു. പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ്സിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒന്നാമത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ക്ലോസിങ് ടൈമിൻ്റെ ഒരു 2.5 hours മുന്നേയൊക്കെ ആയിട്ടാണ്. കാരണം ലാസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എവിടെ പോകണം എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര കളർഫുൾ ആയിരുന്നു. നമ്മൾ നാട്ടിൽ വല്ല എക്സിബിഷനൊക്കെ പോയപ്പോലെ കേട്ടോ. ഉള്ളിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്, പിന്നെ ഇതുപോലെ ടിക്കറ്റ് മെഷീനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ടിക്കറ്റ് മെഷീനാണ് എടുത്തത്. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല. ആൻഡ് ഒരുപാട് കൺട്രീസിൻ്റെ എന്താ പറയുക മാർക്കറ്റ് പ്ലേസ് അല്ലേ, ഒരുപാട് കൺട്രീസിൻ്റെ ഒരു മാർക്കറ്റ് പ്ലേസ് അവിടെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ അതാത് കൺട്രീസിൻ്റെ സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. പോകുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു വീൽ ചെയർ ഓപ്ഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങിയിട്ടോ. എല്ലാ കൺട്രീസിൻ്റെയും ഉള്ളിൽ കയറി മാർക്കറ്റ് പ്ലേസ് ഒക്കെ നോക്കി. ചൈന, ജപ്പാൻ, കൊറിയ, എനിക്ക് അതൊക്കെയാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ ഇതുപോലെ എക്സോ പ്ലാനറ്റ് സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏത് റൈഡിൽ കയറണമെങ്കിലും പ്രഗ്നന്റ് വുമൻസിന് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്ത്യ എത്തി. ഇന്ത്യയിൽ എനിക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഷോപ്പ് കണ്ടപ്പോൾ കുറച്ച് കാലമായിട്ട് കഴിച്ച പാവുബജിയും പാനിപൂരിയൊക്കെ കഴിക്കാൻ തോന്നി. പക്ഷെ നമ്മൾ നാട്ടിലത്തെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ബട്ട് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനൊരു ഗ്ലോബൽ വില്ലേജ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ദുബായിൽ വീട് കിട്ടുന്നവർക്ക് വീട്ടിലേക്ക് വേണ്ട ഓരോ കൺട്രി സ്പെഷ്യലായിട്ടുള്ള ആക്സസറീസും ഫർണിച്ചറൊക്കെ ഇവിടെ വന്ന് വാങ്ങാലോ, ദൂരെ പോകണ്ടല്ലോ എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജൊക്കെ കറങ്ങി ക്ലോസിംഗ് ടൈം ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മെല്ലെ നടന്ന് വരുമ്പോഴാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച് വരുമ്പോഴേ ഒരു ബസ് നിൽക്കണം. അപ്പോഴാണ് മനസ്സിലായി അതാണ് ലാസ്റ്റ് ബസ്. വേഗം ഓടി ബസ്സിലൊക്കെ കയറി നമ്മൾ ദേരയിലേക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടായിരുന്നു അവരുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടെ നിർത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറൊരു ബസ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തിട്ടോ. അങ്ങനെ ആ ഡേക്ക് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഫ്രൈഡേ ആയിരുന്നു. ഷെഫിക്ക് രാവിലെ തന്നെ എണീറ്റ് ജുമാക്കൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇന്ന് നമ്മളെ പത്രു വീണ്ടും ഓഫാണ് നമ്മളെ എറ്റേടൽക്കായിട്ട്. അങ്ങനെ നമ്മൾ ഓനെയും കൂട്ടി സ്പൈസി കഫേ എന്ന് പറഞ്ഞിട്ട് ദേരയുടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ പോയി നല്ല മന്തിയൊക്കെ കഴിച്ച്. പിന്നെ നമുക്ക് ഇന്ന് കുറച്ചുകൂടി കറങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഫ്യൂച്ചർ മ്യൂസിയം പോകുന്ന വഴിക്ക് ബർത്തുപ്പായുടെ പോലീസ് സ്റ്റേഷനൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. പിന്നെ വേറെ കുറേ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ. അങ്ങനെ നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയം എത്തി. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഉള്ളിൽ കയറി ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി കണ്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങി കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഷെഫീക്ക് ഇങ്ങനെ പറയുന്നുണ്ട് പറക്കുന്ന ഒരു മീനുണ്ട്, അതിനെന്താ കാണാത്തത് എന്ന്. അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് കോഫി ഉണ്ടാക്കി തരുന്ന ഒരു റോബോട്ട് മെഷീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പറക്കുന്ന മീൻ രംഗത്തെത്തിയത് കേട്ടോ. അതിന് കണ്ടപ്പോൾ എൻ്റെ ഷെഫിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ആ പറക്കുന്ന മീനിനെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്കുള്ള ഈ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കണ്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണ്, ഭയങ്കര യൂണീക്ക് ആയിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് പാം ജുമേറ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അറ്റ്ലാന്റിസ് ലക്ഷറിയസ് അപ്പാർട്ട്മെന്റ് കാണിച്ചിട്ട് പത്ര പറയുന്നത് 1 day എന്നൊക്കെ. ആൻഡ് ദെൻ ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ആ വ്യൂ ഒക്കെ കണ്ട് സംഭവം അതിൻ്റെ സ്ട്രക്ചറൊക്കെ അടിപൊളിയുണ്ടോ. പിന്നെ ഞങ്ങൾ നേരെ മറീന ബീച്ച് പോയി. അവിടെ ഇങ്ങനെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ജൈന്റ് വീലിൻ്റെ വ്യൂവും പിന്നെ അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സും ബീച്ച് സൈഡൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു പബ്ലിക് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഫിറ്റ്നസ് ഹബിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ പബ്ലിക്കിനെയൊക്കെ അവർ ക്ഷണിക്കുന്നുണ്ട്. ഇവരൊരാളെയും കുറേ നിർബന്ധിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞതാണ് പോകാൻ. അപ്പോൾ ഷെഫിക്ക് അറിയുന്നത് വൈറ്റ് പാൻ്റ് അല്ലായിരുന്നെങ്കിൽ ഞാൻ പോയേനെന്നൊക്കെ. വാട്ടെവർ അത് കുറച്ച് നേരം കണ്ട് പിന്നെ ഞങ്ങൾ അൽമറയുടെ കുറച്ച് ജ്യൂസും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിയിട്ട് ഇന്ന് ഞങ്ങൾക്കൊരു ക്യാമ്പ് സ്റ്റേ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ റൂമിലേക്ക് പോയി ഫ്രഷായി പാക്ക് ചെയ്ത് നിന്നുവിനെയും കൂട്ടി പിന്നെ ഇവരെ നാട്ടിലത്തെ വേറൊരു ഫ്രണ്ടായിട്ടുള്ള ജംഷീറിനെയും കൂട്ടി ഞങ്ങൾ നേരെ പോയത് അൽഫുജൈറയുടെ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. അപ്പോൾ സംഭവം ഒരു ഓഫ് റോഡാണെങ്കിലും എൻ്റെ ഒരു കണ്ടീഷൻ കാരണം ഞങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത്. അങ്ങനെ മേലെ പോയി ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നിന്നും വലിയ വിശപ്പുണ്ടായിരുന്നില്ല. അവർ പിന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് അവിടെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അവരെല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ടു ബി ഹോണസ്റ്റ് പറയുകയാണെങ്കിൽ ഫുഡ് വേണ്ടാനിട്ട് മാത്രമല്ല ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഒന്നാമത് ഏറ്റവും ടോപ്പിലായതുകൊണ്ട് നേരത്തെ കിടക്കണം എന്നൊക്കെ കരുതിയതാണ് സൺറൈസ് കാണാൻ വേണ്ടി എണീക്കാൻ. അപ്പോഴേക്കും സൺറൈസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സൺറൈസ് എന്തായാലും ആയില്ലെന്ന് കരുതി ആ വ്യൂ ഒക്കെ കണ്ട് ഒരു 2.5 മണിക്കൂർ ഉറങ്ങി. ബിക്കോസ് നമുക്ക് ജംഷീറിനെ ഓഫീസിലേക്ക് എത്തിക്കണമായിരുന്നു, അവനക്ക് ഓഫ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ മോർണിംഗ് വരുമ്പോൾ ആ ഓഫ് റോഡ് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് പോയി റൂമിൽ നമ്മളൊരു ഉച്ചയ്ക്കൊക്കെയാണ് എത്തിയത്. പോകുന്ന വഴിക്ക് നമ്മളെ റിസൻ്റെ ഉപ്പാൻ്റെ ഷോപ്പിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഉപ്പാനെ കാണാൻ പിന്നെ കുറച്ച് സാധനം കൊടുത്തയക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി എല്ലാവരും ഡ്രോപ്പ് ചെയ്ത് നമ്മൾ സ്ട്രേറ്റ് റൂമിലേക്ക് പോയിട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇവർ യൂസഫ് ഭായിയുടെ പെർഫ്യൂം കാണാനും പിന്നെ ഇവരെ കുറച്ച് ഫ്രണ്ട്സും ദേറ മാർക്കറ്റൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. ബിക്കോസ് ഐ വാസ് സോ ടയർഡ്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറക്കം കഴിഞ്ഞു. എനിക്കും പുറത്ത് പോകണം തോന്നി. അപ്പോൾ ഞാൻ ഇവരെ കോൾ ചെയ്തു. ഇവർ വണ്ടി പാർക്ക് ചെയ്തിട്ട് ദേരയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ നീഡ്, ഐ മീൻ ഇൻഡിപെൻഡൻറ്റ് വുമൺ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. സംഭവം എൻ്റെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ധൈര്യം സംഭരിച്ച് മാപ്പ് ഓൺ ചെയ്തു. നെറ്റിലെങ്കിലും മാപ്പ് ഉറക്കിയല്ലോ. അങ്ങനെ ഇവർ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തി. ഞാൻ ഭയങ്കര ഷമ്മി ഹീറോ ആയി. അതിനുശേഷം ചായ കൂടിയും പിന്നെ നമുക്ക് സൗദിയിലേക്ക് പോകാനുള്ള കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മരയ്ക്ക് ഇടുന്ന ഒരു അപായൊക്കെ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് അപായ തന്നെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ടീ ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് ഈ അപായ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഇവരെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ എനിക്ക് വലിയ പരിചയമില്ലാത്ത ആൾക്കാരാണ്, 1-2 പേരെ അറിയാം. അങ്ങനെ എല്ലാവരെയും കണ്ട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ അൽനൂറിൽ വന്ന് അവിടെ നല്ല ഫുഡാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്.
അപ്പോൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ദ നെക്സ്റ്റ് ഡേ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് മോർണിംഗ് തന്നെ നമ്മൾ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വേറെ ആരുമില്ല, ഞാനും ഷെഫീക്കും പത്രും, പിന്നെ പത്രുവിൻ്റെ ഒരു കൊളീഗ് ഉണ്ട്. ഇക്ര ഒരു കാശ്മീരി കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാശ്മീരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ തോട്ട് ഈ ട്രിപ്പ് നമുക്ക് ബോറടിക്കുമോ, ഇംഗ്ലീഷ് സംസാരിച്ച് മടുക്കുമോ എന്നൊക്കെ. ബട്ട് ഷീ സോ ഫണ്ണി ആൻഡ് എൻ്റർടൈനിങ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഷെയ്ഖ് സയ്യാദ് ഗ്രാൻഡ് മോസ്കിലാണ് അബുദാബിയിലുള്ളത്. ബിക്കോസ് നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്നായതുകൊണ്ട് ഈ ഡേ നമ്മൾ അബുദാബി സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചു കേട്ടോ. അപ്പോൾ മോസ്കിലേക്ക് എൻ്റർ ചെയ്യുന്ന മുന്നായിട്ട് അവിടെ കുറേ ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സിങ്ങിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്, അവിടെ ഫുള്ളി കവേർഡ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ നിസ്കാര ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 ആളും പോയി നിസ്കരിച്ചു. അവിടെ ബോയ്സിനും ഗേൾസിനും വേറെ വേറെ സൈഡുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു മോസ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഹഗ് ചെയ്ത് ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല കേട്ടോ. ആ ഒരു എൻ്റയർ മോസ്കിൻ്റെ ഉള്ളും അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നടന്ന് വരാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഈ റൈഡ് എടുത്തു. 2 ആളും പ്രഗ്നൻറ്റ് വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്ത് വന്ന് ഇങ്ങനെ മോസ്കിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും ഷോക്കേസ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ നേരെ പോയത് ഷെഫീഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അവിടെ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നു. നാട്ടിലത്തെ ഒരു ഫ്രണ്ടാണ്, ഞങ്ങൾ UK ഉണ്ടായിരുന്നു. UK വിസ കഴിഞ്ഞ് ഇപ്പോൾ അവർ ദുബായിൽ സെറ്റിൽഡ് ആണ്. ഈ കഴിഞ്ഞ 5 ദിവസവും നമ്മൾ ഹോട്ടൽ ഫുഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മൾ ഈ ട്രിപ്പിൻ്റെ ഫസ്റ്റത്തെ ഹോംലി ഫുഡ് ആൻഡ് ഇറ്റ് വാസ് സോ ടേസ്റ്റ്. എനിക്ക് ആ അപ്പാർട്ട്മെൻറ്റിൽ ഇഷ്ടമായതൊന്ന് സ്പേഷ്യസും ആയിരുന്നു. പിന്നെ നമ്മൾ അബ്രോഡൊക്കെ പോയി നമുക്ക് മിസ് ചെയ്യുന്ന ഒരു സംഭവം നമ്മളെ ഫാമിലിയാണ്. ആൾക്കവിടെ ആളുടെ എൻ്റെ ഫാമിലി ഒപ്പം ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഷെഫീഖാൻ്റെ നാട്ടിലത്തെ കുറച്ച് ഫ്രണ്ട്സിനെയും കസിനെയൊക്കെ അവർ നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടി താഴെ പാർക്കിൽ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അവരൊക്കെ പോയി കണ്ട് നേരെ എയർപോർട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഷെഫീഖ വാസ് സോ സാഡ്. ഇതുവരെ ഒരു ട്രിപ്പിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അത് നമുക്ക് അതിൻ്റെ കാരണം അറിയാം, പത്രുവിനെ വിട്ടിട്ട് പോണതിൻ്റെയാണ്. അങ്ങനെ നമ്മൾ പത്രുവിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. എന്തുകൊണ്ടാണ് ഞാൻ ഈ ട്രിപ്പിലേക്ക് വരുമ്പോൾ പ്ലേസ് ഞങ്ങൾ അത്ര ഫോക്കസ് ചെയ്യണില്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. നമ്മൾ ഈ UK പോലെ ഒരു സിറ്റിയിലൊക്കെ ഇരുന്നിട്ട് സിറ്റി വൈബൊക്കെ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് സിറ്റി വൈബിനേക്കാളും കൂടുതൽ ഇഷ്ടം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കപ്പഡോക്കിയ പോലെ വേറൊരു യുണീക്ക് ആയിട്ടുള്ള പ്ലേസുകളൊക്കെയാണ് കേട്ടോ. പക്ഷെ എന്നാലും ദുബായ് ഒരു മസ്റ്റായിട്ട് കാണേണ്ട ഒരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.